മുടിയുടെ ജീവിതചക്രത്തിലെ അസ്വസ്ഥതയുടെ ഫലമായാണ് നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടാകുന്നത് കേട്ടോ. നമ്മുടെ തലമുടി നല്ല ആരോഗ്യമുള്ളപ്പോൾ അത് നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏകദേശം 25 തവണ ആവർത്തിക്കുന്ന ഒരു മുടിചക്രത്തിൽ ഒരു മുടി വളരുകയും പിന്നീട് കൊഴിയുകയും ചെയ്യുന്നു. അത് 3 ഘട്ടത്തിൽ നടക്കുന്നു കേട്ടോ. ആദ്യത്തെ ഘട്ടം ആനജൻ ഘട്ടം, രണ്ടാമത്തെ കാറ്റജൻ, മൂന്നാമത്തെ ടെലജൻ. നമ്മുടെ ആനജൻ ഘട്ടം എന്ന് പറയുന്നത് അഥവാ വളർച്ചാ ഘട്ടം എന്നാണ് മറ്റൊരു പേര് കേട്ടോ. പുരുഷന്മാരിൽ ശരാശരി 3 വർഷവും സ്ത്രീകളിൽ 5 വർഷവും നീണ്ടു നിൽക്കും കേട്ടോ. സാധാരണ അവസ്ഥയിൽ ഏകദേശം 85% മുടിയും സാധാരണയായിട്ട് ആനജൻ ഘട്ടത്തിലാണ് വളരുന്നത്. ഈ ഘട്ടത്തിൽ മുടിയുടെ വേരിനെ പോഷിപ്പിക്കുകയും തലയോട്ടിയിലെ രക്തക്കുഴലുകളുടെ ശൃംഖല ഫോളിക്കിളിന് ചുറ്റും നന്നായി വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുകയും. രണ്ടാമത്തെ നമ്മുടെ കാറ്റജൻ ഘട്ടം അഥവാ റിഗ്രഷൻ ഘട്ടം എന്നാണ് പറയുന്നത് കേട്ടോ. അത് വളരെ ചെറുതാണ്, അതായത് 2 അല്ലെങ്കിൽ 3 ആഴ്ച മാത്രമേ കാണുകയുള്ളൂ. ഈ സമയത്താണ് രോമകൂപങ്ങൾ നിർജീവമാകുന്നത്. മൂന്നാമത്തെ നമ്മുടെ ടെലോജൻ ഘട്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ മുടിയുടെ വിശ്രമഘട്ടമെന്നും പറയുന്നു. കൊഴിയുന്ന മുടിക്ക് പകരം മറ്റു രോമങ്ങൾ വരുന്നു. അതിനായി ഒരു പുതിയ ആനജൻ ഘട്ടം ആരംഭിക്കുന്നു. ഇത് ഏകദേശം 3 മാസം വരെ നീണ്ടു നിൽക്കുകയും രോമകൂപങ്ങൾ അവ ഓരോന്നും ഓരോ ജീവിതചക്രം പിന്തുടരുന്നുണ്ടെങ്കിലും പരസ്പരം